ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തന്നിലേക്ക് അണഞ്ഞു കൂട്ടിപ്പിടിച്ച്, ഞാൻ ഹസനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഹസനെ ഇഷ്ടപ്പെടണം എന്ന് പറയുകയും സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തതാണ് ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിശാലമായ ഗ്രൗണ്ടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുന്നത് കാണുകയാണ്. പേരക്കുട്ടി കളിക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനം, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി, അപ്പൊ നബി തങ്ങളും പിന്നാലെ ഓടി, പിന്നെ ഓടി, അപ്പൊ നബി പിന്നെ ഓടി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് തന്നിലേക്ക് അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. ഈ രണ്ട് കാര്യവും പറയാനുണ്ടായ കാരണം, കൗമാരക്കാരായ ആളുകളെ കുറിച്ച് പറയണം എന്ന് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ടാണ്. കൗമാരക്കാർക്ക് പറയുന്ന പേര് അഡോളസൻസ് എന്നാണ്. അഡോളിയർ എന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ളത് ഉണ്ടായത്. വളർച്ച, ധാർമ്മികമായ പുരോഗതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരക്കാർ എന്ന് പറയുന്നത്. വയസ്സിന്റെ കാര്യം അത്ര നിർബന്ധമൊന്നുമല്ല. 11-ലും കൗമാരം തുടങ്ങുന്നവരുണ്ട്, 20-ൽ അവസാനിക്കാത്തവരുണ്ട്, 19 അഭിപ്രായമുള്ളവരുണ്ട്. പെൺകുട്ടികൾക്ക് എന്തായാലും കൗമാരപ്രായം നേരത്തെ തുടങ്ങുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് 13 ആയിട്ടില്ലല്ലോ, അപ്പൊ കൗമാരം ആയിട്ടുണ്ടാവില്ല എന്ന് കരുതാൻ നിൽക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വയസ്സത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. 3 മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തെയാണ് കൗമാരം എന്ന് പറയുന്നത്. അത് ഏത് പ്രായത്തിലുണ്ടായാലും കൗമാരം തന്നെയാണ്. അത് ഉണ്ടായാലേ കൗമാരോട്ട് ആവൂല്ല. 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കൗമാരക്കാരിൽ ഉണ്ടാവുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ വരുന്ന സമയമുണ്ട്. ഒന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത്, രണ്ടാമത്തേത് ജോലി കിട്ടുന്ന സമയത്ത്, മൂന്നാമത്തേത് റിട്ടയർഡ് ആകുന്ന സമയത്ത്. ജീവിതത്തെ മൊത്തം പരിശോധിച്ചാൽ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായി എന്ന് തോന്നും. ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും, ഇപ്പോൾ ഒന്നിനാത്രം പോകുന്ന കുട്ടിയായില്ല, ഇനി പയമായിരുന്നു ആകരുത് എന്ന് പറയും. ഓനും തോന്നും, ഞാൻ ഇപ്പോൾ ഒരു ഒന്നിനാത്രം പോകുന്ന വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും. ആൺകുട്ടികൾക്കും തോന്നും, പെൺകുട്ടികൾക്കും തോന്നും. ഇമ്മയും പറയും, ഇനി മറ്റേ ചെറിയ കുട്ടികളുമായിരുന്നു ആവരുത്, ഇതിപ്പോ വലിയ കുട്ടിയാണ് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോ ഇനി ആരും എന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഇനി എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് മാറ്റേണ്ടത് ജോലി കിട്ടുമ്പോഴാണെന്നാണ്. ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും, കുറെ വാതിലുകൾ മുട്ടും, കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, കുറെ അവിടെ പോയി നോക്കും, ഇവിടെ പോയി നോക്കും. ജോലി കിട്ടിയാൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവം മാറും. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് ആലോചിക്കുന്ന മാതിരിയാ പിന്നെ തോന്നുക. അതിന്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ അവന് ഭയങ്കര ദേഷ്യക്കാരം, പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെക്കാരം. ചില ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്ത് കോക്കാത്തവര്. എല്ലാരും ഒന്നും ഞാൻ പറഞ്ഞില്ല. ചില SI-മാര്, പഞ്ചായത്ത് സെക്രട്ടറിമാര്, വില്ലേജ് ഓഫീസർമാര് എന്തൊരു ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല. എന്നാലും അയാളും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് ഇക്കാരം മാത്രം. പക്ഷെ അത് നടക്കൂല പരിപാടി. അങ്ങോട്ട് മൊത്ത് നോക്കിയെങ്കിൽ തന്നെ ഇങ്ങോട്ട് മൊത്ത് നോക്കുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളെ മൊത്ത് നോക്കിയില്ല, നിങ്ങളുടെ മൊത്ത് നോക്കൂല, ഉറപ്പല്ലേ. രണ്ടാമത്തെ ഒരു മാറ്റാണ് ജോലി കിട്ടുന്ന സമയം. മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാല് ഇപ്പോ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവണമെന്നില്ല. ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിന്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്.
റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്നിപ്പോൾ ഇനി ഒന്നിനും പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരും. ചിലപ്പോൾ ഒക്കെ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും. കുട്ടികളിങ്ങനെ ദേശമൊക്കെ വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ പോയെന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും ഉമ്മയും കുട്ടികളൊക്കെ കൂടി ഒന്നായിങ്ങാണ്ട് വാപ്പാനൊരൊറ്റ ചവിട്ടണ്ട് ചവിട്ടും. വാപ്പാക്ക് ഞാൻ പെരയിൽ ഒരു പരിപാടിയില്ല. ആകെയുള്ള പരിപാടി രാവിലെ ആ ചന്തയിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞ് നഴ്സറി കുട്ടി പോകാനാവുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക, വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, വൈകുന്നേരം ടോർച്ച് കൊടുത്തുങ്ങാണ്ട് പള്ളിയൊക്കെ പോയിട്ട് മുത്താലിമ്യങ്ങളെ സ്വീപ്പാക്കുക. വേറെയുള്ള പരിപാടികളൊന്നുമില്ല. അത്ര അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പെരയത്തൊരു വിഷയത്തിന് മൂപ്പരുണ്ടാവില്ല, മൂപ്പരോട് ചോദിക്കൂല്ല പെരക്കാർ. അതും വലിയൊരു പ്രശ്നമാണ്. വയസ്സന്മാരെ ഒഴിവാക്കണ്ട, സ്വീകരിക്കാനുള്ള വേണ്ടത്. എന്തേലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറവാണ്. ഉമ്മാനോട് പിന്നെയും ചോദിക്കും, വേണ്ടാന്നല്ല ഞാൻ പറയണത്, ഉമ്മാനോട് ചോദിക്കേണ്ടത് തന്നെയാണ്. എന്നാലും വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്ന സമീപനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത് എന്നാണ്. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ എല്ലാവരും അറിയും. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറുങ്ങട് ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളും. അപ്പോൾ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് മക്കളാണ്. വാപ്പ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ മാറ്റാണത്. ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുവരെ ഉള്ളതൊന്നും പറ്റൂല. വയസ്സന്മാർക്ക്, വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പമാണ്, അതുവരെയുള്ള ഒരു കാര്യം പറ്റൂല. കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആദ്യം തന്നെ ജനിച്ചതെന്നാണ് വലിയൊരു വിചാരം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പള്ളിക്ക് കയറി ചെന്നാല് ഒരു കുട്ടിയെ നിസ്കരിച്ചാൽ വന്നാല് ഹൗദിന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ്, മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ്. ഹൗദിന്ന് വെള്ളം മുക്കിങ്ങാണ്ട് കാൽമക്കൂടെ പറഞ്ഞാൽ ഇജ്ജ് പടച്ചോന്റെ വെള്ളം മുഴുവൻ മുക്കി വെച്ചെന്ന് ചോദിക്കും. എന്നാ ഒരു കുട്ടി ഇനി ഇടങ്ങാറാവാനാവില്ല എന്ന് എഴുതിയിട്ട് കാല് വെക്കാതെ കയറിയാലോ അള്ളാന്റെ പള്ളിക്ക് കാല് വെക്കാതെ കയറിയെന്നായി. അപ്പോ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനത്തെ ഒന്ന് പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ്. പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പറ്റൂല, പത്രം എടുക്കാൻ പറ്റൂല, ഫോട്ടോ കീറും എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. കണ്ണട എടുക്കാൻ പറ്റൂല, കാല് മുറി എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. പേരക്കുട്ടികളുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ണടയുടെ കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും. അതൊക്കെ ഒന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ട് ഇരിക്കരുത്. പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന രൂപത്തിൽ പെരുമാറരുത്. മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയമാണ് പ്രായമാകുന്ന, റിട്ടയർഡ് ആകുന്ന സമയം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തെയാണ് അഡോളസൻ എന്ന് പറയുന്നത്, കൗമാരത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം. ഞാൻ ഇപ്പോൾ വലുതായിട്ടുണ്ട്, വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത്. ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൂന്ന് പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, അവരെ ആക്ഷേപിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പോ അത്തിബറ്റ് ഉസ്താദ്, അള്ളാഹു ഒരു ദർജ ഉയർത്തി കൊടുക്കട്ടെ, പഠിത്തം നമ്മളൊന്ന് വഫാത്തായി പോയി. ഉസ്താദിന്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ആരെങ്കിലുമൊക്കെ കുട്ടികളേറ്റ് കൊണ്ടുവരും. ഉസ്താദ് എൻ്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഉസ്താദ് അപ്പം തന്നെ ദേഷ്യപ്പെടും. അവനാൻ്റെ കുട്ടി പഠിക്കുന്ന അവനാൻ തന്നെ അഭിപ്രായമല്ലേ പിന്നെ ആർക്കും ഉണ്ടാകുക? ഞമ്മക്ക് നമ്മളെ പറ്റി നല്ലൊരു അഭിപ്രായം വേണ്ടേ? ഓ മോശക്കാരനാന്ന് ഞമ്മക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഓ നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാകുക? ഉസ്താദ് എൻ്റെ കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുന്നുണ്ട്, ഓന് വയ്ക്കും പോലൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഉസ്താറാവാങ്ങളും തോരക്കി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇവൻ ഒന്നിനും പറ്റൂല, അപ്പം മോശക്കാരനാണ്, ഓൻ പഠിക്കണില്ല, ഞാൻ വെറുതെ ഓന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാല് അവനാന്റെ മക്കളെ പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും കഴിവുകേടുണ്ട് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ്. എന്തെങ്കിലും ഒരു സാധനം, ഒരു മൊബൈൽ കേടൊന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും. കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടമാണ്, കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തെ കാര്യം, സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ താൻ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ്. എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും. ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും, മോനെ കഴിച്ചോ 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 എന്ന് ഇങ്ങനെ പറയും. കുറെ കഴിയുമ്പോൾ അവൻ ചോദിക്കും, തള്ളേ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാനത് തിന്നൂലേ എന്ന്. വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതാണ് നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 2 വട്ടമൊക്കെ പറയാ, ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോ എന്ന് പറയാ. പിന്നെ ഓൻ പറഞ്ഞതന്നെയാണ് അതിന്റെ ശരി. ഓൻ അറിയാലോ പൈസ ഉണ്ടെങ്കിൽ തിന്നണം, വേണേ തിന്നോളൂ, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞേ. അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം ഓർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോ. വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഒരു ചോറ് കഴിക്കാൻ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ്, ഒരു സാറ്റിസ്ഫിക്കേഷൻ, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ. ആരും എന്നെ മനസ്സിലാക്കണില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്, പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെയാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കല് ഫാത്തിമ ബീവിക്ക് പനി പിടിപെട്ടിട്ട് പനി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമായി. അലിയാരോട് പറഞ്ഞു, അലിയാരെ എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എങ്ങനെയും വാങ്ങിക്കൊണ്ടുവരണം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഉള്ള പൈസയിട്ട് അങ്ങാടി പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് മടങ്ങി വരികയാണ്. വീട്ടിൽ ഇങ്ങനെ എത്തുന്നതിന് മുമ്പായിട്ട് ജയിൽ മോചിതനായി ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ട് വരുന്ന ഒരാളെ കണ്ടു. അയാൾ വിശന്നിട്ട് വയ്യായിട്ട് അലിയാരോട് ചോദിച്ചു, അലിയാരെ വിശക്കുണ്ട്, തിന്നാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ആകെ ഒരു ഉറുമാമ്പഴം ഉള്ളൂ. ആ ഉറുമാമ്പഴം കൊടുത്തു. അത് കഴിച്ചു. അയാൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല. അലി റളിയല്ലാഹു ഇങ്ങനെ വിഷമത്തോടുകൂടെ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിൽ ചെന്ന് ഭാര്യക്ക് വേഗം മനസ്സിലായി എന്തോ ഒരു വിഷമത്തിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഈ പനിയൊക്കെ മാറിയിട്ട് എനിക്ക് ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമായപ്പോ എന്നോട് പറഞ്ഞു, ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു, അത് അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബി പറഞ്ഞു, എനിക്ക് ഭയങ്കര റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാ എനിക്ക് ടെൻഷനാകുക, ഭയങ്കര സന്തോഷായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. അലിയാർക്ക് കീസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ തന്നാണ് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അത് തുറന്നു നോക്കുമ്പോൾ അതിൽ 9 ഉറുമാമ്പഴമുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് ഇങ്ങനെ തന്നെ കൂട്ടിയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാവൂലട്ടോ, എനിക്ക് ആള് മാറിയതേക്കാരം. ആ സഹാബി പറഞ്ഞു, അത് നിങ്ങൾക്കുള്ള തന്നെയാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചാണ് പറഞ്ഞു. ആ സമയത്ത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, ഇത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത് 9 ഉറുമാമ്പഴമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് അൽ ഹസനതു ബി അശ്രി അംസാലിഹാ, നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്നാണ്. ഞാൻ യാചകന് കൊടുത്ത ഒരു ഉറുമാമ്പഴത്തിന് പകരമാണിതെങ്കിൽ 10 ഉറുമാമ്പഴം വേണം. അള്ളാന്റെ റസൂലിന് തെറ്റൂല, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് കൈയിന്റെ പിന്നിക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു. അതും കൂടിയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള തന്നെയാണ്, 10 ഉണ്ട്, എടുത്തോളിയായിരുന്നു. ഒന്നിന് 10 കിട്ടുമെന്നത് നമുക്ക് ഈമാനാവാത്തത് കൊണ്ട് കിട്ടായിയാണ്, അല്ലെങ്കിൽ കിട്ടും. നമ്മക്കതാണ്ട് ഈമാനാകണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് അള്ളാൻ റസൂൽ പറഞ്ഞതാണ്. മാക്സിമം പലിശ 17% ഇപ്പൊ ഉള്ളത്, മാക്സിമം.
ഇനി 100% കൂട്ടിക്കോളി, എന്നാലും 1 ലക്ഷത്തിന് 1 ലക്ഷം കൂടി ഏറെ കിട്ടും. 2 ലക്ഷം ആവുള്ളൂ, 10 ലക്ഷം ആവൂല. 1 ലക്ഷം 10 ലക്ഷമാകുന്ന ബിസിനസ് സ്വതക്ക കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഒരു വാക്കും കൂടി ഞാൻ നിങ്ങളോട് പറയണത്, ലോകത്തെ ഏത് സമ്പന്നനായ മനുഷ്യനുണ്ടോ ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല എന്നതാണ് വാസ്തവം. ഒന്നുകിൽ ഓന് അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ അല്ലെങ്കിൽ അതിന്റെ വാപ്പ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല. ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. എല്ലാ ബലാ മുസീബത്തുകളെയും തടയുന്നതാണ് സ്വതക്ക, ജാരിയ സ്വതക്ക. അത് ഇൽമിന്റെ വഴിയിലാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇവിടെ ബിൽഡിങ്ങിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ കുറച്ച് സഹോദരിമാരെ എത്തിയിട്ടുള്ളൂ, കുറച്ച് ആൾക്കാർ വരാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവരോടും കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ഗൾഫുകാരെ ഏറ്റെടുത്തു. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിലും അവരുടെ ജോലികളിലും അവരുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ നെടുന്തൂണാണ് വിദേശത്തുള്ള നമ്മളെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ ഗൾഫിന്റെ സൗരഭ്യം നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. ബാക്കി 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് സഹോദരിമാര് പ്രത്യേകിച്ചും സഹോദരന്മാരും ചേർന്നാണ് ഏറ്റെടുക്കേണ്ടത്. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് അല്ലേ? 1000 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റിന് കണക്കാക്കിയിട്ടുള്ളത്. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ കണക്കാക്കിയെന്നാൽ എല്ലാവരും 1 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ എന്ന് പറയാനല്ല. അത് 1000 രൂപ നടക്കുള്ളൂ എന്നുള്ളവർക്ക് 1000 രൂപ. 5 നടക്കുക അങ്ങനെ, 10 നടക്കുക അങ്ങനെ, 100 നടക്കുക അങ്ങനെ, ഓരോരുത്തർക്കും നടക്കണം. അതുകൊണ്ട് വളണ്ടിയർമാർ ആ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. പേരും അഡ്രസ്സും ഇത്ര സ്ക്വയർ ഫീറ്റും എന്ന് അവരൊന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. എൻ്റെ വേല ചെയ്യുമ്പോൾ ആ സംഗതി മുഴുവനാക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. വളണ്ടിയർമാർ വരുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും പോവല്ലേ വളണ്ടിയർമാർ? കുട്ടികളെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. ആ കാര്യങ്ങൾ ഈ വാത് കഴിയുന്നതിന്റെ മുമ്പായിട്ട് പൂർത്തിയാക്കണം. പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇത്ര സ്ക്വയർ ഫീറ്റും എന്ന് അതിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ട് ആ കാര്യം വിജയിപ്പിക്കണം. നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റ് ഇന്ന് ഈ കുടുംബ സംഗമത്തിൽ നിന്ന് ഉണ്ടാവണം. വേറെയും ഒരുപാട് ചെലവുകളുള്ള വളർന്നു വരുന്ന വലിയൊരു സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് ഇത് എത്ര വലുതായാലും ഇതിനാദ്യം സംഭാവന കൊടുക്കുന്നവർക്ക്, ആദ്യം സഹായിക്കുന്നവർക്ക് അതെന്നും ആസ്വദിക്കാൻ പറ്റും എന്ന നിലയിൽ അതിനെ കാണണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് തിരിച്ചു വരാം. മുഅ്മിനീങ്ങളെ, കുടുംബജീവിതമാണ് ഞാൻ പറയുന്നത്. കുടുംബജീവിതം ഞാൻ പറഞ്ഞു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ദുന്യാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്. ആഖിറത്തിലേക്കാണ് അത് എന്ന് വിചാരിച്ച് അത് ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കുക, തീർച്ചയായും നിക്കാഹ് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. അമ്പിയാക്കളുടെ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് വന്ന അമ്പിയാക്കളുടെ പ്രധാനപ്പെട്ട ചര്യയിൽ പെട്ടതാകുന്നു നിക്കാഹ് എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത്. എല്ലാ നബിമാരും കുടുംബജീവിതം നയിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. മൂസ നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം കുടുംബജീവിതം നയിച്ചു. ഔലിയാക്കളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കുടുംബജീവിതം നയിച്ചു. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മാൻ അവർ കുടുംബജീവിതം നയിച്ചിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുറേ കല്യാണങ്ങളുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയ കുറെ കല്യാണമുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈഖാബിയുടെയും കല്യാണം ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കല്യാണമാണ്. സൂറത്ത് യൂസുഫിൽ ആ വിവാഹത്തിന്റെ വലിയ ഭാഗം പറയുന്നുണ്ട്. ഫലസ്തീനിലെ ഒരു മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആളായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും മക്കളും. ഫലസ്തീനിലെ മലയുടെ താഴ്വാരത്തിൽ നിന്ന് മിസ്റിലെ രാജാധികാരത്തിലേക്ക് വലിയ ദൂരമുണ്ട്. ചെറിയ ദൂരല്ല, അത് വലിയ ദൂരാണ്. മിസ്ർ തന്നെയാണെങ്കിലും സമ്മതിക്കായിരുന്നു. മിസ്റിലെ പ്രധാനമന്ത്രിയാണെങ്കിൽ രാജാവായി എന്നതിൽ അത്ഭുതം ഉണ്ടായിരുന്നില്ല. ഫലസ്തീനിലെ ഏറ്റവും ദരിദ്രമായ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബാംഗമാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്റിലെ രാജാവാക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി ചെയ്തത് കിണറ്റിടലിടാവുന്നു.
അവിടെ രാജാവാക്കാൻ വേണ്ടി അള്ളാഹ് ആദ്യം ചെയ്യുന്ന പരിപാടി യൂസുഫിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലിടുക. എന്നിട്ട് അവിടുന്ന് കച്ചവടക്കാരെടുത്തിട്ട് യൂസുഫിനെ കൊണ്ടുപോകുന്നു, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു, അടിമയായി രാജകൊട്ടാരത്തിലെത്തുന്നു. സുലൈഖ ബിവിയോടും അസീസ് രാജാവിനോടുമൊപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിക്കുന്നു, ജയിലിലടക്കുന്നു. ജയിലിലടക്കപ്പെടാനുണ്ടായ കാരണം ഈ കഥ ഖുർആൻ പറയുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു രസമുള്ള കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ പറയണത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന. നബിയെ, നിങ്ങൾക്ക് ഞാനൊരു മനോഹരമായ, കേൾക്കാൻ നല്ല ആനന്ദമുള്ള, അറിയാൻ രസമുള്ള, പറയാൻ സുഖമുള്ള അഹ്സനുൽ ഖസസ് പറഞ്ഞു തരാൻ നബിയെ. ഒരു മനോഹരമായ കഥ, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും കഥ. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ അസീസ് രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത്, അസീസുൽ അസ്ഗറാണ്, അസീസുൽ അക്ബർ അല്ല. മിസ്രിലെ വലിയ രാജാവല്ല, രണ്ടാം രാജാവാണ് സുലൈഖാന്റെ ഭർത്താവ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പ്രധാനമന്ത്രിയാണ്. അസീസുൽ അസ്ഗർ ആണ് സുലൈഖ ബീവിയുടെ ഭർത്താവ്. അസീസുൽ അസ്ഗർ സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഖ യൂസുഫിനെ തന്റെ റൂമിൽ കൊണ്ടുപോയി തന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. യൂസുഫ് അതിന് സമ്മതിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് സമ്മതിക്കാതിരിക്കുന്നു. കാട്ടിൽ നിന്ന് വേട്ട കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവ് മടങ്ങി വന്നപ്പോ സുലൈഖ ബീവി ഇങ്ങനെ ആലോചിച്ചു, യൂസുഫും ഞാനും തമ്മിലുണ്ടായ പ്രശ്നം യൂസുഫ് എങ്ങാനും രാജാവിനോട് പറഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞ തന്നെ എന്താ കാട്ടുക? ഒരു ഐഡിയ കിട്ടി, ഒരു ഐഡിയ സുലൈഖ കിട്ടി. അസീസ് രാജാവ് യുദ്ധം കഴിഞ്ഞ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ വേഗം അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. യൂസുഫ് ഇനി ഇവിടെ കൊട്ടാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല. യൂസുഫ് ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കൂലായിരുന്നു. എന്തേന്ന് ചോദിച്ചു. അപ്പൊ പ്രശ്നമൊക്കെ പറഞ്ഞു, വിചാരണ കഴിഞ്ഞു. കുറ്റക്കാരാരാണെന്നുള്ളതൊന്നും അത്ര തന്നെയാണ് നോക്കിയില്ല. യൂസുഫിനെ ജയിലിലടക്കാൻ തീരുമാനിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലെത്തി. വർഷങ്ങളോളം ജയിലിൽ താമസിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായി രാജാവുമായി. ഒരു ദിവസം പിന്നീട് സംഭവിച്ചത്, യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായി വന്ന് പിന്നെ വിചാരണ നടന്നപ്പോ കുറ്റക്കാരി സുലൈഖയും അസീസ് രാജൻ എന്ന അസീസുൽ അസ്ഗറുമാണെന്ന് വലിയ രാജാവിന് മനസ്സിലായപ്പോ അസീസുൽ അസ്ഗറിനെ കൊട്ടാരത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട അദ്ദേഹം ഭാര്യ സുലൈഖയും അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു, അലഞ്ഞു തിരിഞ്ഞിട്ട്. അസീസുൽ അസ്ഗർ മരണപ്പെട്ടു, സുലൈഖ ഒറ്റക്കായി. പിച്ചതണ്ടി സുലൈഖ ജീവിച്ചു. ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിച്ചു. ഒരു ദിവസം യൂസുഫ് പരിവാര സമേതം യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോ സുലൈഖയോട് ആരോ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നും രാവിലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയ്യാട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ രാജാവ് സൂപ്പറാണ്. മൂപ്പരോട് ചെന്നിട്ട് വിവരം എന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് മരിക്കോളം ജീവിക്കാനുള്ളത് മൂപ്പര് തരും എന്ന് പറഞ്ഞു. സുലൈഖക്ക് ഇയാളെ നേരത്തെ അറിയാലോ, അതുകൊണ്ട് പറയാനൊന്നും പോയില്ല. രാജാവ് പരിവാര സമേതം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ദിവസം മതിലിന്റെ അപ്പുറത്ത് മറഞ്ഞിരുന്നിട്ട് ഉറക്കം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ ഒരു പണി വല്ലാത്തൊരു പണി തന്നെയാണ്. രാജാക്കന്മാരെ തെണ്ടികളുമാക്കുന്നു, തെണ്ടികളെ രാജാക്കന്മാരുമാക്കുന്നു എന്നിങ്ങനെ ഉറക്ക വിളിച്ചു പറഞ്ഞു. അത് യൂസുഫ് നബി അലൈഹി സ്വലാം കേട്ടു. പരിചയമുള്ള ശബ്ദമാണ് എന്ന് തോന്നിയപ്പോ ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? ആളെ കൊണ്ടുവരികയായിരുന്നു പട്ടാളക്കാരോട്. അപ്പൊ സുലൈഖാനെ കൊടുന്നു. ആളെ മനസ്സിലായി. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, സുലൈഖ, ഇന്ന് എനിക്ക് സ്വാധീനമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാമുണ്ട്. നിന്റെ ഭർത്താവില്ല, നിന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്യാം. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയും അസീസുൽ അക്ബറിന്റെ സാന്നിധ്യത്തിൽ, മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിക്കുകയും
അന്ന് വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതിന്റെ പാരിതോഷികമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹാക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അന്ന് വ്യഭിചാരത്തിൽ നിന്നൊഴിഞ്ഞു നിന്നതിന്റെ പാരിതോഷികമായി സുലൈഖ ബീവിക്ക് സൗന്ദര്യം തിരിച്ചു കൊടുത്തു. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല്, കുടുംബജീവിതം പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേത്ര വ്യഭിചാരമാണ്. നമ്മൾ സാധാരണ ഏത് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഒരു ഹദീസ് കേൾക്കും. എല്ലാ നിക്കാഹിന്റെ സദസ്സിലും ഖുതുബക്ക് ഒരു ഹദീസ് ഓതും. മനിസ്തതാ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗളു ലിൽബസരി വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ. മനിസ്തതാ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഅത്തിന് കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് ബാഅത്ത് എന്ന് പറയാം. അതിന് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗളു ലിൽബസരി, അത് കണ്ണിനെ ചിമ്പിപ്പിക്കുന്നതും വഅഹ്സനു ലിൽഫർജി, ഗുഹ്യത്തെ നന്നാക്കുന്നതുമാകുന്നു. നല്ലോണം ശ്രദ്ധിക്കണേ. നിങ്ങൾ വിവാഹം കഴിക്കുക, അത് കണ്ണ് ചിമ്പിപ്പിക്കുന്നതും ഗുഹ്യം നന്നാക്കുന്നതുമാണ് എന്ന് പറഞ്ഞാല് ലൈംഗിക കുടുംബ ജീവിതത്തിന്റെ പരാജയം നേത്ര വ്യഭിചാരം കാരണം ഉണ്ടായിത്തീരുന്നതാണ്. ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കി. കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമാണ്. റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കുന്ന ആളെ പറ്റി നമ്മൾ പറയും ഓൻ നരമ്പ് രോഗിയാണ് എന്ന് പറയും. ആ പ്രയോഗം വളരെ ശരിയാണ്. നരമ്പ് രോഗി തന്നെയാണ് ഓനാള്. ഓനെ കൊണ്ടൊന്നും പറ്റൂല, വലിയ അസുഖമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നേത്ര വ്യഭിചാരി കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരിക്കും. വ്യഭിചാരം ഒരുപാട് തരത്തിലുണ്ട്. ഒരു നന്മ ഒരാൾ വിചാരിച്ച കൂലിട്ടും, ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടും. അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചാൽ കൂലിട്ടുമല്ലോ. ചങ്ങായിമാരെ, മനുഷ്യന്മാരെ, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കാൻ കായുവാണോ? അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കാൻ പൈസ വേണോ? എന്നാ പിന്നെ നമുക്കൊന്നും വിചാരിക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം, എല്ലാരും വിചാരിച്ചോളി. ഒറ്റ പൈസയും ചെലവില്ല, ഒരു ഹജ്ജ് ചെയ്ത കൂലിട്ടും. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിണ്ടേ. പിന്നെ പോക്കും വരവൊക്കെ പടച്ചോന്റെ അടുത്ത് കേൾക്കണ കാര്യല്ലേ. എന്താ പാണ്ട് പറ്റേക്ക് പോയാ എന്താ വരാള്? ഒന്നുമില്ലല്ലോ. അല്ലെങ്കിലും പടച്ചോന്റെ അടുത്ത് കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളതാക്കാൻ വേണ്ടി ശ്രമിക്കും. ആരോഗ്യം അനുവദിച്ചാൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം അങ്ങനെ പറയും. കയ്യും കാലും ഇല്ലാത്തവനെയും ഹജ്ജിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു തആലക്ക് കഴിയുമല്ലോ. പിന്നെ ഇതിനപ്പോ അത് ആരോഗ്യം അനുവദിക്കുന്നത്? അള്ളാഹ് അനുവദിച്ചാൽ പോണം. ആരോഗ്യത്തിന്റെ അനുമതിയൊന്നും അതിന് ആവശ്യമില്ല. അള്ളാഹുവിന്റെ അനുമതി, അതിനാണ് തൗഫീഖ് എന്ന് പറഞ്ഞത്. തൗഫീഖ് ഉണ്ടെങ്കിൽ പോകണം എന്നതാണ് ശരി. അപ്പൊ ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടും, എന്നിട്ട് ചെയ്താൽ 10 കൂലി ഏറെ കിട്ടും.